നമസ്കാരം. മൈൻഡ് വോയിസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുബ്ലർ റോസ് സ്റ്റേജസ് ഓഫ് ഗ്രീഫ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ ഒരു റിലേഷൻഷിപ്പ് ഫെയിലിയറോ ഒരു ഡിവോഴ്സോ ഈ ഒരു ഫേസിലൂടെ കടന്നു പോയവരായിരിക്കും. സോ ഈ പറയുന്ന 5 സ്റ്റേജസ് ആയിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിപ്പോ ഡിവോഴ്സ് ആവണമെന്നില്ല, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവണമെന്നില്ല, ഒരാളുടെ മരണമോ അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഇനി നമ്മളുടെ കൂടെ ഇല്ല എന്നൊരു സ്ഥിതി വന്നവരും ഈ ഒരു ഘട്ടത്തിലൂടെ ആയിരിക്കും പോയിട്ടുണ്ടായിരിക്കുക. സോ ഈ സ്റ്റേജസ് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാനുള്ള കാരണം, ഇങ്ങനൊരു നഷ്ടം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് ലാസ്റ്റ് സ്റ്റേജ്, അതായത് അക്സെപ്റ്റൻസ്, അതൊരു വലിയൊരു ട്രാൻസിഷൻ ആണ്. സോ അതിലോട്ട് നമ്മൾ എത്താൻ ഈ പറയുന്ന സ്റ്റേജസ് എല്ലാം നമ്മൾ കടന്നു പോയേ പറ്റുള്ളൂ. നമുക്ക് ചിലപ്പോ ആത്മഹത്യാ പ്രേരണ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് ദേഷ്യം തോന്നാം, എന്തിനിങ്ങനെ പിന്നാലെ അവരുടെ കൂടെ പോയി വീണ്ടും പാച്ചപ്പായി വരണം എന്ന ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും നടക്കണമെന്നില്ല. സോ ഈ പറയുന്ന 5 സ്റ്റേജ് എന്തായാലും നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇതിൽ എവിടെങ്കിലും വെച്ച് നമുക്കത് ഈ അക്സെപ്റ്റൻസിലോട്ട് എത്താൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ജീവിതം ചിലപ്പോൾ നമ്മൾ അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്ന അവസ്ഥകൾ ഉണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു സ്റ്റേജസ് പരിചയപ്പെടാം. ആദ്യത്തെ സ്റ്റേജ് ആണ് ഡിനയിൽ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ലൈഫിൽ അങ്ങനെ ഒരാള് നിങ്ങളുടെ അടുത്തിപ്പില്ല എന്നുള്ള ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അത് അംഗീകരിക്കാനും അത് ആ ഒരു അവസ്ഥ വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനും വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് അംഗീകരിക്കാൻ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിനോട് ഞാൻ എഗ്രി ചെയ്യില്ല, ആ രീതി നിങ്ങൾ ഒരു ഡിനയൽ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അതിനോട് എടുക്കുന്നുണ്ടാവായിരിക്കാം. രണ്ടാമത്തെ സ്റ്റേജാണ് ആങ്കർ. എല്ലാവർക്കും ദേഷ്യം വരും അല്ലെ? ഇങ്ങനെ ഒരു സ്റ്റേജിലൂടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമം വേറൊരാൾ അറിയരുത് എന്നുള്ള രീതിയിൽ നിങ്ങൾ പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വേ ഓഫ് ഇമോഷനാണ് ആങ്കർ. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് സ്ട്രെസ് അടിച്ച് ഞാൻ എന്റെ ഇമോഷൻസ് ഞാൻ പുറത്ത് കാണിക്കാൻ തയ്യാറല്ല, അപ്പൊ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയും അങ്ങനെ സ്വയം ദേഷ്യം വരികയും ഉള്ള രീതിയിൽ നമ്മൾ സഫർ ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ആങ്കർ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ബാർഗേനി. ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു കാര്യങ്ങളോടുള്ള താല്പര്യക്കുറവും ഇതെങ്ങനെയെങ്കിലും സോൾവ് ആക്കാൻ പറ്റുമെന്നുള്ള രീതിയിലും അതിനുവേണ്ടി ഇനി എന്ത് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ആലോചിക്കും. ഒന്നും നടപ്പിലായില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പോകുന്ന ഒരു സ്റ്റേജാണ് ഡിപ്രഷൻ. ഒന്നിനോട് ഒരു താല്പര്യമില്ലായ്മ, ഒരു ഉന്മാദവും ഒരു സന്തോഷവും ഇല്ല, ജീവിതത്തിൽ ഇനി എന്ത് വാട്ട് നെക്സ്റ്റ്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു തോട്ട്സ് ഒന്നും വരാത്തൊരവസ്ഥ. ഭാവി ജീവിതം നമ്മൾ കാരണം ഈ കൂടെ ഇയാളില്ലെന്ന് ഓർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മുന്നോട്ടുള്ള ജീവിതം വളരെയധികം പാടാണ്. കാരണം അവരുമായി നമ്മൾ കണ്ട സ്വപ്നങ്ങളൊന്നും ഇല്ല. അതിപ്പോ ഞാൻ റിലേഷൻഷിപ്പ് മാത്രമല്ല പറയണേ, ഒരാളുടെ മരണമായാലും അയാൾ കൂടി ഇല്ല എന്നുള്ളതാണെങ്കിലും എല്ലാം ഈ സ്റ്റേജാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരാം. സമയമെടുക്കും എല്ലാ സ്റ്റേജും കടന്നു പോകാൻ, അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സമയമെടുക്കും. അടുത്തതാണ് അക്സെപ്റ്റൻസ്. അതൊരു വലിയ സ്റ്റേജ് തന്നെയാണ്. ഇത്രയും സ്റ്റേജസ് കഴിഞ്ഞ് നമ്മൾ അംഗീകരിക്കുകയാണ് ഇനി അയാൾ എന്റെ കൂടെ ഇല്ല. അതൊരു മരണപ്പെട്ട വ്യക്തി ആയാലും റിലേഷൻഷിപ്പ് ആയാലും ഡിവോഴ്സ് ആയാലും ഈ രീതിയിൽ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധം അയാൾ എന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെന്നും ഇനി ഒരിക്കലും അയാൾ എന്റെ ജീവിതത്തിലോട്ട് വരില്ല എന്ന ഒരു തോന്നല് അല്ലെങ്കിൽ ആ അംഗീകരിക്കലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാം. നിങ്ങൾ ആ അക്സെപ്റ്റൻസ് നിങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. സോ ഈ 5 സ്റ്റേജസ് നിങ്ങൾ എന്തായാലും കടന്നു പോകേണ്ട അവസ്ഥയുണ്ട്, കടന്നു പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് റിലേഷൻഷിപ്പ് ആയാലും ഡിവോഴ്സ് ആയാലും ഒരാളുടെ മരണമായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാളുടെ മരണമായാലും നമ്മൾക്ക് അതെല്ലാം നമുക്ക് നമ്മളെ ജീവിതത്തോടു കൂടെ തന്നെ നമ്മൾ ഓർത്തെടുത്ത് നമുക്ക് അത് വെച്ച് തന്നെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥയുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടുകൾ, മാനസിക പ്രശ്നങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് നമ്മളെ തന്നെ കൺട്രോളിൽ വിട്ടു പോകാം. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാനും ആ സാഹചര്യം മനസ്സിലാക്കി മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് ചിലപ്പോൾ സാധിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമയമെടുക്കാം,
ചില ആളുകൾക്ക് പെട്ടെന്ന് റിക്കവറായി വരാൻ പറ്റും, ചില ആൾക്കാർക്ക് ഈ സ്റ്റേജ് എല്ലാം വളരെ പതുക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ചില ആളുകൾ 1 വർഷം എടുത്തിട്ടായിരിക്കാം ഈ ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന അവസാന സ്റ്റേജിലോട്ട് എത്തുന്നുണ്ടാവുക. അതൊരിക്കലും ഒരു തെറ്റല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജനിച്ചതും ഒറ്റയ്ക്കാണ്, തിരിച്ചു പോകുന്നത് ഒറ്റയ്ക്കാണെന്ന് നമ്മൾ ഒരുപാട് പേരുടെ വചനങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം നമ്മൾ മാത്രമേ ഉള്ളൂ. എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. സെൽഫ് ലെവൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, മുന്നോട്ട് പോകുക. എവിടെയും വെച്ച് നമ്മൾ തളർന്നു പോവരുത്. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് മൈൻഡ് വോയിസ്.